ഹായ് ഹലോ, വീണ്ടും എൻ്റെ ഒരു സ്കൂൾ ഡേ. ബട്ട് ഇതിലധികം സ്കൂൾ വിശേഷങ്ങളൊന്നുമില്ല, സ്കൂൾ കഴിഞ്ഞിട്ടുള്ളൊരു വിശേഷത്തിലേക്കാണ്. പതുപോലെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഇന്നൊരു ബേബി ഷവർ ഉണ്ട്. അതാണ് സാരിയിലൊക്കെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട രമാ മാമിൻ്റെ ബേബി ഷവറാണ്. ചിലർക്ക് സ്കൂളിൽ വന്നിട്ടാണ് റെഡി ആയത് തന്നെ. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതാകുമ്പോൾ 11:30 വരെയുള്ള ക്ലാസ്. അവിടുന്ന് ഡയറക്റ്റായിട്ട് 2 വണ്ടികളിലായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അവിടെ അടുത്തായിരുന്നു. ഞങ്ങളുടെ കൂടെ സ്കൂളിലില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങളോട് അടുത്തുള്ള സേതുമാമ ഞങ്ങളോടൊപ്പം എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബേബി ഷവർ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എനിക്കായി തന്ന ഒരു സർപ്രൈസ് ബേബി ഷവറിലേക്ക് എൻ്റെ ഓർമ്മകൾ പോകുന്നു. എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പുറകോട്ട് പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അങ്ങനെ ആളെ ഒരുക്കി ഫ്രൂട്ട്സും വേണ്ട സാധന സാമഗ്രികളെല്ലാം നിരത്തി. ഹസ്ബൻഡാണ് ആദ്യ ചടങ്ങ് ചെയ്യേണ്ടത്. രമമ്മ ആന്ധ്രയിൽ നിന്നാണ്. ഏതാണ്ട് അങ്ങനെയുള്ള ചടങ്ങാണെന്ന് തോന്നുന്നു. പുട്ടും ചന്ദനവും വെച്ച് 5 തരം ഫ്രൂട്ട്സ് കൊടുത്ത് അരിയും പൂവിട്ട് ആശീർവദിച്ച് അവസാനം മധുരം കൊടുക്കുന്നു. വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും ആസ്ഥാന വീഡിയോഗ്രാഫറിന്റെ ചുമതല ഏറ്റെടുത്ത് ഞാൻ മുന്നിൽ തന്നെ പുറപ്പിച്ചു. ഈ സ്വീറ്റ്സിന്റെ ഒക്കെ മുന്നിൽ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തിരുന്ന പാട് എനിക്കേ അറിയൂ. ബിസി സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെച്ച് അത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ചെലവിടുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും അതൊന്ന് വേറെ തന്നെയല്ലേ. ആ ചങ്ങാത്തത്തിൽ ജാതി, മതം, ഭാഷ, രാജ്യം ഇതൊന്നും ഒരു തടസ്സമല്ലെന്ന് കൂടി തെളിയിച്ച ഒരു ഒത്തുകൂടലായിരുന്നു ഇത്. ഇനി ഞാൻ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാം, നിങ്ങൾ കാഴ്ചയൊക്കെ കാണാം. ചെറുതായിട്ടൊന്ന് ഇടപെടുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു ജെൻഡർ പ്രിഡിക്ഷൻ ഗെയിം. 2 തരം സ്വീറ്റ്സ് ഉണ്ട്. അതിൽ അമ്മ ഏതെടുക്കുന്നതിനനുസരിച്ചിട്ട് അത് ബോയ് ആണോ ഗേൾ ആണോ എന്ന് പറയുന്നു. ചിലപ്പോൾ അതിൽ കാര്യം ഉണ്ടാവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല. എന്നാലും നമ്മളുടെ ഒരു സന്തോഷം. അതായത് ഗെയിം അനുസരിച്ച് ബോയ് എന്നാണ്. അതറിയാം അടുത്ത മാസം. ഇനി എൻ്റെ ഊഴമാണ്. ഇത്രയും നേരം ക്യാമറയും കൊണ്ടിരുന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഇതാ ഈ ഇരിക്കുന്ന മിടുക്കിക്കുട്ടിയുണ്ടല്ലോ, അവളെല്ലാ ചടങ്ങുകളും കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അത്ര നേരം ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഇരുന്ന് നോക്കി പഠിച്ചതാണ് അതൊക്കെ അവള്. അങ്ങനെ അവൾ പറഞ്ഞു തന്നതുപോലെ ഫോളോ ചെയ്ത് ഞാനും ആശീർവദിച്ചു. ഇനി ഫോട്ടോഷൂട്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ വക 1-2 റീലും, അതും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടി. വെജും നോൺ വെജും സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് അടുത്തൊരു ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ അവിടെ സമയം ചെലവഴിച്ചു. ചായ കുടി വരെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. ഇതൊന്നും പോരാഞ്ഞിട്ട് തിരികെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റും കിട്ടി, നല്ലൊരു സാരി. അങ്ങനെ അടുത്തൊരു ഒത്തുകൂടലിനായിട്ട് കാരണം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് പോയത് സെൻട്രൽ മോളിലേക്കാണ്. വരാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ അവിടെ കടകളിലൊക്കെ കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. സാരി തിരികെ വീട്ടിലെത്തി കുഞ്ഞുനെ എടുക്കാൻ പോയി. എന്നെ സാരിയിൽ കണ്ടതിൻ്റെ എക്സ്പ്രഷനാണിത്. സൂപ്പറാണോ? സൂപ്പറാ. ഇനിയും കാണുന്ന പൂച്ചയുടെയും പട്ടിയുടെയും പുറകിന് പോകുന്ന ഇവനെ പിടിച്ച് വീട്ടിൽ കയറ്റുന്ന ഒരു ഉദ്യമം തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.